ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നാം ഡിസ്കസ് ചെയ്യുന്നത് 2ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ യൂണിറ്റ് 5 റോബോ ആൻഡ് ഫ്രണ്ട്സ് എന്ന പാഠഭാഗത്തിലെ മറ്റൊരു സ്റ്റോറിയായ ജോ ദ ആൻഡ് എന്ന കഥാഭാഗമാണ്. കഥ കേൾക്കാം, വരൂ മക്കളെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഹൈപ്പും ചെയ്തേക്കണേ. അപ്പോൾ കഥയിലേക്ക് പോകാം. ജോ ദ ആൻഡ്. ജോ ഒരു ആൻറ്റിൻ്റെ പേരാണ്. ആൻഡ് ഉറുമ്പിൻ്റെ പേരാണ്. അപ്പോൾ ഉറുമ്പുകളുടെ കഥയാണ് നാം ഇന്ന് കേൾക്കാൻ പോകുന്നത്. എ കോളനി ഓഫ് ആൻഡ്സ് വാസ് കളക്ടിങ് ഗ്രെയിൻസ്. ഉറുമ്പുകളുടെ കൂട്ടത്തെയാണ് എ കോളനി ഓഫ് ആൻഡ്സ് എന്ന് പറയുന്നത്. ഒരു കൂട്ടം ഉറുമ്പുകൾ എന്ത് കളക്ട് ചെയ്യുകയായിരുന്നു? ധാന്യങ്ങൾ, ഗ്രെയിൻസ്, ധാന്യങ്ങൾ കളക്ട് ചെയ്യുകയായിരുന്നു. കളക്ട് ചെയ്യുക, ശേഖരിക്കുകയായിരുന്നു. ദേ വെയർ കളക്ടിങ് ഫുഡ് ഫോർ ദ കോക്രോച്ചസ് ദെയർ മാസ്റ്റേഴ്സ്. അവ ഫുഡ് ശേഖരിക്കുന്നത് അവരുടെ മാസ്റ്റേഴ്സ് യജമാനന്മാരായ കോക്രോച്ചസിന് വേണ്ടിയാണ്. കോക്രോച്ചസ് പാറ്റകൾ എന്ന് പറയില്ലേ, പാറ്റകൾക്ക് വേണ്ടിയാണ് ഈ ഉറുമ്പുകൾ ഫുഡ് കളക്ട് ചെയ്യുന്നത്. മുമ്പിൽ പോകുന്ന ഉറുമ്പ് എന്താ പറയുന്നുണ്ടല്ലോ, നോക്കാം. ഡു ഇറ്റ് ഫാസ്റ്റ്, ദ മാസ്റ്റേഴ്സ് വിൽ അറൈവ് നൗ. ഡു ഇറ്റ് ഫാസ്റ്റ്, പെട്ടെന്ന് ചെയ്യുക. ദ മാസ്റ്റേഴ്സ് വിൽ അറൈവ് നൗ എന്ന് പറയാം. മാസ്റ്റേഴ്സ് ഇപ്പോൾ വരുമെന്ന് ഫ്രണ്ടിൽ പോകുന്ന ആൻറ്റ് പറയുകയാണ്. മോം, ഐ എം ഹംഗ്രി, ക്യാൻ വി ഈറ്റ് സം ഗ്രെയിൻസ്? അമ്മേ, എനിക്ക് വിശക്കുന്നു. ഐ എം ഹംഗ്രി, ക്യാൻ വി ഈറ്റ് സം ഗ്രെയിൻസ്? നമുക്ക് കുറച്ച് ധാന്യങ്ങൾ കഴിച്ചുകൂടെ? അപ്പോൾ ഉറുമ്പ് പറയുകയാണ്, നോ, ദ കോക്രോച്ചസ് വിൽ കില്ലസ്. ഇല്ല, ഈ പാറ്റകൾ, കോക്രോച്ചസ് നമ്മളെ കൊല്ലും. കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ കൊന്നുകളയുമെന്ന് ആര് പറയുക? മമ്മി പറയുകയാണ്. വി ആർ ടയേർഡ് ഓഫ് കളക്ടിങ് ഫുഡ് ഫോർ ദം. നമ്മൾ മാസ്റ്റേഴ്സായ കോക്രോച്ചസിന് വേണ്ടി ഫുഡ് കളക്ട് ചെയ്ത് നമ്മൾ തളർന്നുപോയി എന്ന് ഒരു ആൻറ്റ് പറയുകയാണ്. വേറൊരു ആൻറ്റ് എന്താ പറയുക? വൈ ഷുഡ് വി വർക്ക് ഫോർ ദം? എന്തിനാണ് നമ്മൾ അവർക്ക് വേണ്ടി ജോലി ചെയ്യുന്നത്? ഇവിടെ നോക്കൂ, നമ്മുടെ ആൻറ്റുകൾ എന്താണ്, കുറേ ധാന്യങ്ങൾ, ഗ്രെയിൻസ് കളക്ട് ചെയ്ത് ഒരു കൂമ്പാരമാക്കി വെച്ചിരിക്കുകയാണ്. കണ്ടോ, കോക്രോച്ചസ് അവിടെ വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ ഒരു ആൻറ്റ് എന്തോ പറയുകയാണ്, നോക്കൂ. പ്ലീസ് സ്പെയർ സം ഗ്രെയിൻസ് ഫോർ അസ്. ദയവായി നമ്മൾക്കും കുറച്ച് ധാന്യങ്ങൾ തരണമേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. കോക്രോച്ചിനോട് ചോദിക്കുകയാണ്. എന്ന് വെച്ചാൽ ഇവരല്ലേ അത് കളക്ട് ചെയ്തത്, അപ്പോൾ അവർക്ക് വേണ്ടി. എന്നിട്ട് ഇവർ കളക്ട് ചെയ്തിട്ട് കോക്രോച്ചിന് കൊണ്ടു കൊടുത്തിട്ട് ഇങ്ങനെ അവർ എന്താണ്, അടിമകളെ പോലെ പ്ലീസ് സ്പെയർ സം ഗ്രെയിൻസ് ഫോർ അസ്, ഞങ്ങൾക്കും കുറച്ച് ധാന്യങ്ങൾ തരണമേ എന്ന് കെഞ്ചുകയാണ്. അപ്പോൾ കോക്രോച്ചസ് എന്താ, വാട്ട്, എന്ത്, ദേഷ്യത്തിൽ എന്ത്. അത് എന്താ എഴുതിയിരിക്കുന്നത് താഴെ? The cockroaches hit the ants and took all the grains. ഈ പാറ്റകൾ എന്ത് ചെയ്തു? ഉറുമ്പുകളെ ഇടിച്ചിട്ട് എന്ത് ചെയ്തു? എല്ലാ ധാന്യങ്ങളും എടുത്തു. ഈ പിക്ചറിൽ നോക്കിയേ, കോക്രോച്ച് എന്ത് ചെയ്തു? ഒരു ആൻറ്റിനങ്ങ് ചവിട്ടുകയാണ്. ചവിട്ടിയിട്ട് എന്ത് പറയുക? മൂവ് അവേ, മാറി നിൽക്ക് എന്ന് പറഞ്ഞിട്ട് ഒറ്റ ചവിട്ട്. ഈ പിക്ചറിൽ നോക്കിയേ, ഇടി കിട്ടിയ ആൻറ്റ് എന്താണ്, ഇപ്പം ഹോസ്പിറ്റലിലാണ്. കണ്ടോ, വയ്യാതെ കിടക്കുക. ഇടികൊണ്ട് അവശനായി കിടക്കുന്ന ആൻറ്റ് എന്തോ പറയുകയാണല്ലോ. വി ഷുഡ് സ്റ്റോപ്പ് വർക്കിംഗ് ഫോർ ദ കോക്രോച്ചസ്. നമ്മൾ പാറ്റകൾക്ക് വേണ്ടി ജോലി ചെയ്യുന്നത് അവസാനിപ്പിക്കണമെന്ന് ഈ ഇടി കിട്ടിയ ആൻറ്റ് പറയുകയാണ്. അപ്പോൾ വേറൊരു ആൻറ്റ് ഈ ഉറുമ്പിനെ നോക്കാൻ വന്ന് നിൽക്കുന്ന ഒരു ആൻറ്റ് ചോദിക്കുകയാണ്, യെസ്, അതെ, ബട്ട് ദേ ആർ ബിഗ്. പക്ഷേ അവരെല്ലാം എന്താണ്, വലുതാണ്. ദേ ക്യാൻ കില്ലസ്. അവർക്ക് നമ്മളെ കൊല്ലാൻ കഴിയും എന്ന് ഒരു ഉറുമ്പ് പറയുകയാണ്. ഡേ ജോ ദ ആൻറ്റ് കോൾഡ് ഹിസ് ഫ്രണ്ട്സ്. ഒരു ദിവസം
ജോ എന്ന ഉറുമ്പ് അവൻ്റെ കൂട്ടുകാരെയെല്ലാം വിളിച്ചു കൂട്ടി. ഇവിടെ ജോയ് എന്ന് പറഞ്ഞ ഉറുമ്പാണ് ഈ കഥയിലെ ഹീറോ. ജോ പറയുന്നത് നോക്കൂ, വി ഷുഡ് ഫൈറ്റ് എഗനിസ്റ്റ് ദ കോക്രോച്ചസ്. നമ്മൾ പാറ്റകൾക്ക് എതിരെ ഫൈറ്റ് ചെയ്യണമെന്ന് ജോയ് പറയുകയാണ്. അപ്പോൾ വേറൊരു ഉറുമ്പ് ചോദിക്കണം, ബട്ട് ഹൗ? പക്ഷെ എങ്ങനെ? മറ്റൊരു ഉറുമ്പ് എന്താ പറയുന്നത്, ലെറ്റ്സ് ഫൈൻഡ് എ വേ. നമുക്കൊരു വഴി കണ്ടുപിടിക്കാമെന്ന് വേറൊരു ഉറുമ്പ് പറയുകയാണ്. നെക്സ്റ്റ് പിക്ചറിൽ നോക്കൂ, ഐ ഗോട്ട് എൻ ഐഡിയ. എനിക്കൊരു ഐഡിയ കിട്ടിയെന്ന് ജോയ് പറയുകയാണ്. അടുത്ത് നോക്ക്, താഴെ എന്താ എഴുതിയിരിക്കുന്നത്, ഓൾ എഗ്രീഡ് വിത്ത് ജോയ്. എല്ലാവരും ജോയിൻ്റെ ആ ഐഡിയയോട് എന്ത് ചെയ്തു, ഐഡിയ അവർക്ക് ഓക്കെ ആയിരുന്നു കേട്ടോ. എല്ലാവരും ഐഡിയ നമുക്ക് ചെയ്യാമെന്ന് സമ്മതിച്ചു. ദ ആൻസ് മെയ്ഡ് എ ജയൻറ്റ് ബേർഡ് വിത്ത് ലീവ്സ് ആൻഡ് സ്റ്റിക്സ്. ഉറുമ്പുകൾ ഇലകൾ കൊണ്ടും വടികൾ കൊണ്ടും ഒരു രാക്ഷസ പക്ഷിയെ ഉണ്ടാക്കി. ദേ ഹങ് ഇറ്റ്. അവർ അത് തൂക്കിയിട്ടു. ഓൺ ദ ബ്രാഞ്ച് ഓഫ് എ ട്രീ. എന്തിലാണ്? മരത്തിൻ്റെ ബ്രാഞ്ചിൽ, ശാഖയിൽ ഇവർ ഈ പക്ഷിയെ തൂക്കിയിട്ടു. ആ പിക്ചറിൽ കാണുന്നത് പോലെ. ദേ വെയിറ്റഡ് ഫോർ ദ മാസ്റ്റേഴ്സ് ടു കം. മാസ്റ്റേഴ്സായ കോക്രോച്ചസ് വരുന്നതിന് വേണ്ടി അവരവിടെ വെയിറ്റ് ചെയ്യുകയായിരുന്നു. ദ കോക്രോച്ചസ് കെയിം എഗെയിൻ. പാറ്റകൾ വീണ്ടും വന്നു. ബട്ട് ദെയർ വെയർ നോ ഗ്രെയിൻസ്. പക്ഷേ അവിടെ ധാന്യങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പാറ്റകൾ ഉണ്ടോ, അവർ വരുന്നുണ്ട് 3 പേര്. വെയർ ഈസ് അവർ ഫുഡ്? എവിടെയാണ് ഞങ്ങളുടെ ഫുഡ് എന്ന് ആൻസിനോട്, ഉറുമ്പുകളോട് ചോദിക്കുകയാണ്. അടുത്ത നിമിഷം തന്നെ ജോ കമാൻഡഡ് ടു റിലീസ് ദ ബേർഡ്. ജോയ് നിർദ്ദേശം നൽകി, മറ്റു ഉറുമ്പുകൾക്ക് നിർദ്ദേശം നൽകി ആ ബേർഡ്, ഇവരുണ്ടാക്കിയ ബേർഡിനെ റിലീസ് ചെയ്യാൻ. അതായത് അതിനെ ഒരു തൂക്കിയിട്ടിരിക്കുകയാണല്ലോ, അതിനെ അങ്ങനെ പതുക്കെ കെട്ടഴിച്ച് വിടാൻ വേണ്ടിയിട്ട് നിർദ്ദേശിച്ചു, മറ്റു ഉറുമ്പുകളോട് നിർദ്ദേശിച്ചു. അപ്പോൾ അത് അവർ കയറെന്ത് ചെയ്ത് പൊട്ടിച്ചു വിട്ടു അല്ലേ, തൂക്കിയിട്ടുന്ന കയറിനെ പൊട്ടിച്ചു വിട്ടു. അപ്പോൾ നോക്കൂ, കോക്രോച്ചസിനെ നോക്കൂ, ഓ എ ബിഗ് ബേർഡ്, ഓ ഒരു വലിയ പക്ഷി എന്ന് പറഞ്ഞ് അവർ പേടിച്ച് നിൽക്കുകയാണ്. കണ്ടോ, ഇവരുണ്ടാക്കിയ ഈ വലിയ പക്ഷി ഇതില്ലേ യഥാർത്ഥ പക്ഷിയാണെന്ന് കരുതി ദ കോക്രോച്ചസ് റാൻ അവേ. അപ്പോൾ ഈ പാറ്റകൾ ജീവനും കൊണ്ട് ഓടിപ്പോയി കേട്ടോ. ദ കോക്രോച്ചസ് റാൻ അവേ. താഴെ എന്താ എഴുതിയിരിക്കുന്നത്, റൺ ഇറ്റ് വിൽ ഈറ്റേഴ്സ്. ഓടൂ, അത് നമ്മളെ തിന്നും എന്ന് പറഞ്ഞിട്ടാണ് ഈ പാറ്റകൾ ഓടുന്നത്. പാറ്റകൾ ഓടുന്നത് കണ്ട് ഉറുമ്പുകൾ സന്തോഷത്തോടെ ചിരിക്കുകയാണ്. കണ്ടോ, അടുത്ത പിക്ചറിൽ നോക്കിയേ, ദ ആൻസ് താങ്ക്ഡ് ജോയ്. ഉറുമ്പുകൾ ജോയോട് നന്ദി പറഞ്ഞു. ജോ യു ആർ അവർ ഹീറോ. നീയാണ് ഞങ്ങളുടെ ഹീറോ എന്ന് പറഞ്ഞ് ജോയ് എന്ന ആൻറ്റിനെ എടുത്തു പൊക്കുകയാണ് അല്ലേ. ഇതോടെ ഈ കഥ അവസാനിച്ചു. നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോകണേ.